മുനമ്പം സമരസമിതി കൺവീനർ ശ്രീ ജോസഫ് ബെന്നി ചേരുന്നുണ്ട്. ശ്രീ ജോസഫ് ബെന്നി, കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അദ്ദേഹം ഇതിനൊരു പരിഹാരം കണ്ടെത്താം എന്നുള്ളത് വാക്കാലാണ് അറിയിച്ചത്. ഇതിൽ രാഷ്ട്രീയമായ ഒരു ഇടപെടൽ കൃത്യമായി തന്നെ ആദ്യം മുതൽക്കേ ഉണ്ടാകേണ്ടതായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ മുനമ്പത്തിന്റെ കാര്യത്തിൽ ഇടത് വലത് മുന്നണികൾ ഒരു ഉദാസീന മനോഭാവം വച്ചു പുലർത്തി എന്ന് താങ്കൾ കരുതുന്നില്ലേ? കാരണം ഈ 610 കുടുംബങ്ങളെ ബാധിക്കുന്ന വിഷയമായിരുന്നിട്ട് പോലും മുനമ്പം വിഷയം വഖഫ് വിഷയമല്ല എന്നുള്ള രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ തിരിച്ചടി ഭയന്നുപോലും ഇതിനൊരു ചർച്ചയ്ക്ക് തയ്യാറാകാതെ മാറി നിൽക്കുന്ന രാഷ്ട്രീയക്കാരെയാണ് കണ്ടത്. പക്ഷേ നിരന്തരം ക്രൈസ്തവ സഭകളുടെയും BJPയുടെയും ഒക്കെ ചോദ്യങ്ങൾക്ക് മുന്നിൽ അവർക്ക് മുട്ടുമടക്കേണ്ടി വന്നു. ഇപ്പോൾ അടിയന്തരമായിട്ടാണെങ്കിലും ഒരു കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറായി. പക്ഷേ വരും ദിവസങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ ഒരു ചൂടാറിക്കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് തന്ന ഉറപ്പ് പാലിക്കും എന്നുള്ള കാര്യത്തിൽ ശ്രീ ജോസഫ് ബെന്നിക്ക് ഏതെങ്കിലും രീതിയിലുള്ള ആശങ്കയുണ്ടോ? അതിനകത്ത് ഞങ്ങൾക്ക് ആശങ്കയില്ല. കാരണം ലോകത്തിൽ തന്നെ ജനാധിപത്യത്തിലൂടെ കടന്നു വന്ന ഒരു ഗവൺമെൻറ്റാണ്, CPM ആണ് ഇപ്പോൾ കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയൊക്കെയാണെങ്കിലും ശരി, ഇത് തീർത്തും മത്സ്യത്തൊഴിലാളികൾ താമസിക്കുന്ന ജീവിക്കുന്ന ഈ 610 ഈ മുനമ്പം തീരപ്രദേശത്തെ ജനങ്ങളുടെ ദുരിതങ്ങൾ കാണാതെ ഇരിക്കാൻ അധികാരികൾക്ക് കഴിയില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്, ഞങ്ങളെല്ലാവരും വിശ്വസിക്കുന്നത്. കാരണം അടിയന്തിരമായി ഈ പ്രശ്നത്തിൽ ഇടപെട്ട് ഗവൺമെൻറ് റവന്യൂ അവകാശങ്ങൾ, ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു തരും എന്ന പൂർണ്ണമായ വിശ്വാസത്തിലാണ് ഇന്നലെ ഞങ്ങളുടെ ബിഷപ്പുമാരും ഭൂസംരക്ഷണ സമിതിയിലെ അംഗങ്ങളും ഞങ്ങളുടെ ഇടവകയിലെ വികാരിയച്ചൻ ഫാദർ ആൻ്റണി സേവ്യർ തറയിലുമൊക്കെ ധരിച്ചിരിക്കുന്നത്. അതിനുശേഷം ഞങ്ങൾ ഇന്നലെ 6 മണി മുതൽ 8:30 മണി വരെയും ബിഷപ്പ് ഹൗസിൽ അടിയന്തര മീറ്റിംഗ് കൂടുകയും ഭാവി പരിപാടികൾ ഏതെല്ലാം രീതിയിൽ നടത്തണം, എങ്ങനെയാണ് നമ്മൾ ഇതിനകത്തേക്ക് പ്രഷർ ഇനി ചെയ്യേണ്ടത്, നിയമവശങ്ങളെല്ലാം ഏതെല്ലാം രീതിയിൽ കടന്നു പോകേണ്ടതായിട്ട് വരും, അതിനൊരു ലീഗൽ കമ്മിറ്റിയെ തന്നെ തിരഞ്ഞെടുക്കുകയും അടിയന്തിരമായി എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അതിനുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ സംഘാടക വൈഭവം നല്ല രീതിയിൽ നടത്തക്ക രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഇന്നലെ ചർച്ച ചെയ്തതിന് ശേഷമാണ് ഞങ്ങളെല്ലാവരും തിരിച്ചു പോകുന്നത് ബിഷപ്പ് ഹൗസിൽ നിന്നും. അപ്പോൾ അതിൽ ആശങ്കയില്ല ഞങ്ങൾക്ക്. കാരണം അത് ഗവൺമെൻറ് നടത്തിത്തരേണ്ടത് പൗരത്വ ജീവിതത്തിന് സ്വസ്ഥമായി ജീവിക്കുന്നതിനുള്ള നയം, അല്ലെങ്കിൽ സമാധാനമായി ജീവിക്കുന്നതിനുള്ള അവസ്ഥ ഒരുക്കേണ്ടത് ഭരിക്കുന്ന പാർട്ടിയാണ്. അത് കൂടാതെ ഡൽഹിയിൽ ഇന്നലെ റിജിജു കേന്ദ്രമന്ത്രി വളരെ ശക്തമായ രീതിയിൽ മുനമ്പം ജനതയ്ക്ക് ഒരാശങ്കയും വേണ്ട, ആശങ്കയ്ക്ക് ഇടവരുത്താത്ത രീതിയിൽ ഏതറ്റം വരെയും പോകുന്നതിനുള്ള നടപടികൾ നടത്തും എന്ന് അഡ്വക്കേറ്റ് ഷോൺ ജോർജ് മുഖേന, അതേപോലെ തന്നെ അതുമാത്രമല്ല കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ശ്രീ ജോസഫ് ബെന്നി, ആരും ഇതിന്റെ പേരിൽ കുടിയൊഴിപ്പിക്കപ്പെടുകയില്ല എന്ന് താങ്കളിലേക്ക് എത്താം.